അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം പാട്ടിനും വെള്ളം ആളിനും വെള്ളം. നല്ല കോമ്പിനേഷൻ. നീ എങ്ങാട് പോണേക്ക തമിച്ചേക്കാൻ പോയാടാ. നല്ല ബെസ്റ്റ് ടൈമാ. ചെല്ലി ചെല്ലി പ്രിയച്ചേ, ഇറിഗേഷൻ രാവിലെ തന്നെ തുടങ്ങിയല്ല. വാട്ടർ ടാങ്കി മാഷിന് വാള് വെക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ കാലത്ത് വെച്ചേക്കാൻ പറഞ്ഞ കേട്ടാ. ഞാനിന്ന് മമ്മൂട്ടിയുടെ പറഞ്ഞ സിനിമ കാണാൻ പോണേണ്. ആ നേരത്തെ ക്ലീൻ ചെയ്യാൻ എന്നെ വിളിക്കരുത് കേട്ടാ. ഈ അൺസാച്ചുറേറ്റഡ് കാർബൺ കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ എന്താ? അച്ഛാ, ഈ അൺസാച്ചുറേറ്റഡ് കാർബൺ കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ എന്താ? കാർബൺ കോമ്പൗണ്ട്സ് മനസ്സിലായി, സംഗതി മനസ്സിലായി. എന്ന് വെച്ചാലേ അത് വകയില് നിന്റെ അമ്മയുടെ ഒരു നായരായിട്ട് വരും. മനസ്സിലായ? എന്തിനാണ് അത് ഓഫ് ചെയ്ത്? അച്ഛനത് കേട്ടു പഠിച്ചിട്ട് ടി വി ഷോയിൽ പാടാനൊന്നും പോകണല്ലോ. ഒറ്റ കഴിക്കാൻ വെച്ചെന്നുണ്ടല്ലോ. എടാ, എന്റെ ഭാസ്കരൻ മാഷ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്ന് ശല്യപ്പെടുത്തുന്ന പലവട്ടം ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലേ? താണ്ടമ്മ പറഞ്ഞ പോലെ അവിടെ ഇറിഗേഷന്റെ പൈപ്പ് പൊട്ടാൻ തുടങ്ങി. ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോ നീ മനത്ത് നോക്കിക്കായിരുന്നു. ഇവിടെ വേടാ, ഇവിടെ ഓണിച്ചേടാ പോ. കാട് പൂത്തല്ലോ ഞാവൽ കാപ്പഴുത്തല്ലോ പാടി വന്ന മുളം തത്തമ്മേ. പണ്ടൊന്നും അച്ഛൻ ഇങ്ങനെ ആയിരുന്നേ ഇല്ല. പാക്കരൻകുട്ടിയെ, നമ്മൾ നടക്കുമ്പോഴേ വെറുതെ നടന്നാ പോരാ, കണ്ണ് തുറന്നു പിടിച്ച് നടക്കണം. ആകാശവും ഭൂമിയും ഒക്കെ കാണണം. നീ ആ രണ്ട് സൈഡിലേക്കൊന്ന് നോക്കിയടാ. കാണാത്ത എത്രയോ കാഴ്ചകൾ കാണാം, കേൾക്കാത്ത എത്രയോ ശബ്ദങ്ങൾ കേൾക്കാം. ഇല്ലടി? പിന്നെ അച്ഛനൊന്നും പറഞ്ഞു തരാണ്ടായി. അമ്മ പറയും അച്ഛൻ വേറൊരാളായി മാറിയെന്ന്. പിന്നീട് എനിക്കും അങ്ങനെ തന്നെ തോന്നാൻ തുടങ്ങി. അച്ഛനൊന്നും കേൾക്കുമ്പോൾ കുടിച്ച് ബോധമില്ലാണ്ട് കിടക്കുന്ന ഈ മുഖം മാത്രമേ എൻ്റെ മനസ്സിൽ വരാറുള്ളൂ. അതുകൊണ്ട് രക്ഷപ്പെട്ടത് ഞാൻ തന്നെയാ. നീ എന്താടാ ഒളിപ്പിക്കണത്? ഇത് ബയോളജി ടെക്സ്റ്റാ. ബയോളജി ഒളിപ്പിച്ചു വെച്ചാടാ പഠിക്കണത്. നിന്റെ പ്രായം കഴിഞ്ഞ എന്റെ മാനം വളർന്നത് കേട്ടാ. സത്യമായിട്ട് ഇത് ബയോളജി ആണേ. ആയാ നിനക്ക് കൊള്ളാം. പ്രിയച്ചേ, അവൻ ബയോളജി പഠിക്കുക. ക്ലാസ്സിലെ ടീച്ചർമാര് നോട്ട്സ് ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നീ എന്താ അവിടെ ഇരുന്ന് പഠിച്ചോണ്ടിരുന്നത്? അവൻ ബയോളജി പഠിക്കായിരുന്നു. ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു തന്നായിരുന്നെങ്കിൽ നോട്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യായിരുന്നു. എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്യണമെന്നുണ്ടോ? അച്ഛനുണ്ടല്ലോ, പറഞ്ഞേക്ക്. എങ്കിലും ഈ നൂറ്റാണ്ടിൽ നടന്നു തന്നെ. അച്ഛൻ്റെ ഒപ്പം ഭക്ഷണം കഴിച്ചിട്ട് തന്നെ കുറേ നാളായി. അതുകൊണ്ട് നീ ഭക്ഷണം ഇറങ്ങാതെ പട്ടിണി കിടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ചുമ്മാ കിണുങ്ങാൻ നിൽക്കാണ്ടേ കഴിച്ചിട്ട് പോയിരുന്ന് പഠിക്കാൻ നോക്ക് ഭാസ്കര. അമ്മേ, എന്താ? അമ്മയ്ക്കെങ്കിലും എന്നെ ഭാസ്കരാന്ന് വിളിക്കാണ്ടിരുന്നൂടെ? ജോലിക്ക് നിൽക്കുന്ന താണ്ടന്മാരെന്നെ ആ പേരാ വിളിക്കുന്നത്. ഇക്കാലത്ത് നോർമലായ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു പഞ്ച് പേര് വിളിക്കുവോ? ഇക്കാലത്ത് നോർമലായ ആരും ദിവസവും കള്ളും കുടിക്കില്ല. ആര് പറഞ്ഞു ഈ വിഡ്ഢിത്തം? എന്റെ വർഗീസ് മാസ്റ്ററെ, കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഏതൊരു പുരുഷനും സ്ത്രീയോടുള്ള ഒരു എന്താ അതിന് പറയുക, ശാരീരികമായിട്ടുള്ളൊരു ആകർഷണം അത് ഇത്തിരി കൂടുതലായിരിക്കും. അത് പിന്നെ കുറഞ്ഞു വരും. ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഭാര്യ അത്രയ്ക്കങ്ങോട്ട് പോരാ എന്നൊരു തോന്നൽ ഏത് ഭർത്താവിനും ഉണ്ടാവും. ഇനിയിപ്പോൾ 10-15 വർഷം കഴിഞ്ഞിട്ടും ഭാര്യയോടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ ഒരു കുറവും വരുന്നില്ലെങ്കിൽ അവൻ നോർമലല്ല. ഹീസ് ക്വയറ്റ് അബ്നോർമൽ ആയിരിക്കും സാർ. അച്ഛമ്മേ, എനിക്ക് ഈ ഭാര്യയല്ലാതെ ഈ പുറമെയുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു മോഹം തോന്നാറുണ്ട്. ഈ അച്ഛമ്മന് തോന്നാറുണ്ട്? കാര്യം ചോദിക്കുമ്പോൾ എങ്ങനെ എനിക്ക് പോണത് തോന്നാറുണ്ട്? പോരാ, എന്തിനാ? നമ്മളൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നവരാ.
അതെങ്കിലും ഓർമ്മ വേണം സംസാരിക്കുമ്പോ. വെറുതെ വരും വേണ്ടാതിരുന്ന്. ഇതാണ് ഈ മാസന്മാരുടെ കുഴപ്പം. മനസ്സിൽ എന്തു തോന്നിയാലും അതൊക്കെ അടക്കി പിടിച്ചിങ്ങനെ മരണം വരെ ഇരിക്കും. കള്ളു കുടിക്കുമ്പോഴെങ്കിലും ഒന്ന് മനസ്സ് തുറക്കണ്ട രാജേന്ദ്ര. അല്ല പിന്നെ അതെ ചോദിക്കണോണ്ട് ഒന്നും തോന്നുന്നത് പറയും മനസ്സിലായി. നിങ്ങളുടെ മാരീഡ് ലൈഫ് ഫുൾ പോക്കല്ലേ? ഭാര്യയും ഭർത്താവും കൂടി ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ച് തകർക്കല്ലേ? ഇല്ലേന്ന് നിർത്ത് മാഷേ, നമുക്ക് ബില്ല് പറയാം. അതെങ്ങനെ തൊണ്ട നനഞ്ഞിട്ട് ഒരു പൈൻ്റ് കൂടി. ഇത് ശരിയാവില്ല ഏട്ടാ. എന്തേ? ഒന്നുമില്ല. അതെ, ഇനി ഞാൻ എൻ്റെ കാര്യം പറയാം. എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഭയങ്കര ബഹുമാനം. അല്ല, എനിക്ക് തിരിച്ചങ്ങോട്ട് അങ്ങനെ തന്നെ കേട്ടോ, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അവള് സ്നേഹം കൊണ്ട് എന്നതാ ഇങ്ങനെ തൊടും. പക്ഷെ എനിക്ക് എന്നെ തന്നെ തൊടുന്ന പോലെ ഉള്ളൂ, നോ ഫീലിങ്സ്. അങ്ങനെ തൊടാതിരുന്ന മാഷിന്റെ ഭാര്യ ആമ്പിള്ളാരുടെ കൂടെ ഒളിച്ചോടും. ആണുങ്ങൾ തമ്മിൽ സംസാരിക്കും, കുടുംബത്തിലുള്ള വലിച്ചഴിച്ചാൽ പേരടിയാൻ പൊട്ടിക്കും. ഇത്തരം ചന്തത്തരത്തിന് കൂട്ടേക്ക് എന്നെ കിട്ടില്ല. മതി രാജേന്ദ്ര മാഷിന്റെ PhD കിട്ടിയ ആഘോഷം. രാജേന്ദ്ര, എന്താ മാഷ പ്രശ്നം? ചീട്ട് കളിക്കുന്നിടത്ത് മാഷ കണ്ടില്ലോ, ഇങ്ങോട്ട് കേറും മുമ്പ് പറഞ്ഞോളൂ. മാഷ് റീജിയനിലേക്ക് വരണില്ലേ? ഞങ്ങൾ രണ്ടരണിച്ചിട്ട് പോവാൻ നിക്കാ. അയ്യോ അയ്യോ, ഭാസ്കര മാസ്റ്റർ നൈറ്റ് മറന്നു. നമുക്കൊരു തുള്ളില്ലേ? ചിന്നും വെൺതാരത്തിൽ ആനന്ദവേള എങ്ങും മലർശരൻ ആടുന്ന വേള, ചിന്നും വെൺതാരത്തിൻ ആനന്ദവേള എങ്ങും മലർശരൻ ആടുന്ന വേള, ആശാസുന്ദര കൽപ്പനാ സ്വപ്നം ജീവിതയാത്ര, ചിന്നും വെൺതാരത്തിൻ ആനന്ദവേള എങ്ങും മലർശരൻ ആടുന്ന വേള. കുടുങ്ങിയില് ഇവനിലെ പരിപാടി നടത്തുന്ന ഗുണ്ട ഷാജി. ഇവനാ ഗുണ്ട, ഇവൻ ഈച്ചറോളെ. മാഷെ, അനാഥശാലയില് പിള്ളേരെ ധനശേഖരാർത്ഥം നടത്തുന്ന പരിപാടിയാണ് മാഷെ. നല്ല കാര്യം. മാഷെ അലമ്പുണ്ടാക്കിയായിരിക്കും മാഷെ. എന്താ ഷാജി പറഞ്ഞ? നമ്മുടെ നാട്ടിൽ നടക്കണ ഒരു പരിപാടി, അതും എന്റെ ഭാസ്കര മാസ്റ്റർ പേരിൽ നടക്കുന്ന നമ്മളായിട്ട് അലമ്പാക്കുവോ? നിന്നും വെൺതാരത്തിൽ ആനന്ദപ്പെട്ടേ. ഷാജിയെ കഴിഞ്ഞ മാസം പോലെ എന്തായാലും അലമ്പുണ്ടാക്കിയ ഞാൻ കയറുമ്പോ ഇടുണ്ടാ. നീ ഒന്നും മിണ്ടാണ്ടിരിക്കേ. എവിടെ തന്നെ മനുഷ്യനാന്നറിയും. 1-2 ഹിറ്റ് സിനിമയ്ക്ക് പാട്ട് എഴുതിയിട്ടുള്ള ആളാ. പാട്ടും പോയി കവിതയും പോയി. ഫുൾ ടൈം വെള്ളായതുകൊണ്ടല്ലേ. എങ്ങും മലർശരൻ ആടുന്ന വേള, ആശാസുന്ദര ചിന്നും വെൺതാരത്തിൻ ആനന്ദവേള എങ്ങും മലർശരൻ ആടുന്ന വേള, എങ്ങും മലർശരൻ ആടുന്ന വേള, ആടുന്ന വേള, Hello, for sure. Woo! Thank you for the awesome performance, Mr. Najib and Baba. നമ്മുടെ മനസ്സിനെ പിടിച്ചുറച്ച ഒരു ഭയങ്കര പാട്ടായിരുന്നു നാം കേട്ടത്. Diamond Village Chit Fund sponsor ചെയ്യുന്ന P. ഭാസ്കര സംഗീത നിശ തുടരുകയാണ്. മലയാളിക്ക് മണ്ണിന്റെ മനമുള്ള a lot of പാട്ടുകൾ സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഭാസ്കര മാഷിന്റെ the everlasting melody-മായി ശ്യാം പ്രസാദ്. Let's give a huge applause. നിർത്തേ കോൺവെന്റ് മോളെ, നിന്റെ മുടിഞ്ഞൊരു നീ എന്താ പറയുന്നത്? മഞ്ഞിന്റെ മഞ്ഞമുള്ള ഭാസ്കരൻ മാസ്റ്റർ. എന്ത് ഭാഷയാണിത്? ഭാസ്കരൻ മാസ്റ്റർ പറടി. ഭാസ്കരൻ മാസ്റ്റർ. അത് അപ്പൊ നിനക്ക് ഭാഷ അറിയാം. TV ഷോകളിൽ പാടാൻ വരുന്ന കൊച്ചുകുട്ടികളുടെ മുമ്പിൽ നിന്റെ ഈ എന്നുള്ള ഭാഷ ഒക്കെ
അതുകൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങിയാണ്ടല്ലോ അടിച്ചതിന്റെ കാലിയം തല്ലി ഓടിക്കും. ഏയ് മേലാൽ നീ ആണും പെണ്ണുങ്ങളുടെ ഭാഷ സംസാരിക്കോ? സംസാരിക്കോ? എന്നെ അല്ലടാ കൂവേണ്ടത്, നിന്നെയൊക്കെ പെറ്റിട്ട ഭാഷ ഏതാ ഇങ്ങനെ വൃത്തികേടാക്കുന്നില്ലേ അവരെ നോക്കി കൂവടാ. കർത്താവേ കൊള ഇങ്ങനെ തോന്നണേ. Scoundrels. ശരിയായി തരാം. എന്റെ തള്ളക്ക് വിളിച്ചാൽ സഹിക്കും. പക്ഷേ ഭാസ്കരൻ മാസ്റ്റർ പരിപാടിയാണ്. ഒന്നും മാറി മാഷേ.